ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. മോക്കോ XB Max എന്ന് പറയുന്നൊരു മോഡലാണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത്. 360 ക്യാമറയുടെ സെറ്റപ്പ് വരുന്ന മോഡലാണിത്. എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ MJ Explore. DDR4 ആണ് വരുന്നത്. അതായത് റാമിൻ്റെ 2GB റാം വരുന്നുണ്ട്, 32GB ഇൻറ്റേർണൽ മെമ്മറി വരുന്നുണ്ട്, 4.2 ചാനൽ ഔട്ട്പുട്ട് വരുന്നുണ്ട്, ഡ്യുവൽ സബ് ഊഫർ ഔട്ട് വരുന്നുണ്ട്, 4x50 വാട്ട്സിൻ്റെ സ്പീക്കേഴ്സാണ് വരുന്നത്. ആപ്പിൾ കാർപ്ലേയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ആൻഡ്രോയിഡ് ഓട്ടോയും സപ്പോർട്ട് ചെയ്യുന്നത്. 360 സെക്യൂരിറ്റി ക്യാമറയാണ്, പനോരമിക് സെക്യൂരിറ്റി അവൈലബിൾ ആണ്. OLED സ്ക്രീനാണ് വരുന്നത്. ഫുൾ HD ആണ് വരുന്നത്, HD ടച്ച് ആണ് വരുന്നത്. 1 ഇയർ വാറണ്ടി വരുന്നുണ്ട്. മോക്കോ എന്ന് പറയുന്ന ഒരു പ്രീമിയം ബ്രാൻഡാണ് നമുക്കിതേ കാണാൻ സാധിക്കുന്നത്. വാറണ്ടി കാർഡ് യെസ്, അപ്പോൾ സെറ്റ്. ഓക്കെ, വയറിംഗ് കിറ്റും കാര്യങ്ങളൊക്കെയാണ്. യെസ്, GPS-ൻ്റെ ആൻറ്റിനയാണ്. ഈ വയറിങ്ങിൻ്റെ ആവശ്യം നമുക്ക് വരുന്നില്ല, കാരണം നമുക്ക് ഇതിൻ്റെ ഇൻറ്റേർണൽ വയറിംഗ് വേറെ വരുന്നുണ്ട്. 2 USB വരുന്നുണ്ട്. ക്യാമറ ലൈൻസ്, ഫ്രണ്ട് ക്യാമറ, റിയർ ക്യാമറ. ഇതിപ്പോൾ ഫ്രണ്ടും ബാക്കും ക്യാമറ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അല്ലാതെ 360 സപ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. സബ് ഔട്ട് കാര്യങ്ങളെല്ലാം വരുന്നത്, അതിൻ്റെ കണക്റ്റേഴ്സും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് അവൈലബിൾ ആണ്. ടിക്കും കാര്യങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് ഇത് പെട്ടെന്ന് നോക്കി പോകാം. സീരി ഒന്ന് പെട്ടെന്ന് അഴിച്ചു മാറ്റാം. ഓക്കെ, ക്ലിപ്പുകളെല്ലാം ഞാൻ ഇതിൽ നിന്ന് ഊരി ഈ ഒരു മോഡലിലോട്ട് ഇടുകയാണ്. 3, 4, 5 ക്ലിപ്പ് വരുന്നുണ്ട് ഇതിനകത്ത്. ഇതുപോലെ ഓരോന്നും ഞാൻ ഇതിനകത്ത് ഫിക്സ് ചെയ്യുകയാണ്. ബാക്കിയുള്ള വയേഴ്സ് ഒന്നും കണക്ട് ചെയ്തില്ല, ജസ്റ്റ് കപ്പിളർ കണക്ട് ചെയ്തു. നമ്മുടെ 360 മെയിൻ ലൈനാണിത്. 360 ക്യാമറയുടെ ഡീറ്റെയിൽസ് ഞാനൊന്ന് ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടില്ലാത്തവർ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. ഈ വീഡിയോയുടെ ഏറ്റവും അവസാനം ഞാൻ അതിൻ്റെ ലിങ്കും കൂടി ഇട്ടേക്കാം. അപ്പോൾ ഇതിൻ്റെ ഓരോ ക്യാമറാസും ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇത് ഫ്രണ്ട് ആൻഡ് റിയർ ക്യാമറ ഏകദേശം ഒരുപോലെയൊക്കെ തന്നെ ഇരിക്കും, ഫ്രണ്ടും ബാക്കും. അപ്പോൾ ഫ്രണ്ടിലത്തെ ബമ്പർ ആയിരിക്കണം, ബാക്കിലത്തെ ബമ്പറിലല്ല, ഡിക്കിയിലാണ്. ഡിക്കിയുടെ ഏറ്റവും താഴത്തെ പോർഷനിലാണ് നമ്മളിത് വെക്കാൻ പോകുന്നത്, സെൻറ്റർ പോർഷനിൽ. അതായത് ഓരോ മിററിൻ്റെയും താഴെ വരുന്ന 2 ക്യാമറാസും വരുന്നുണ്ട്. അപ്പം നമുക്കിതിനകത്ത് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് ഞാൻ റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡിലെ മിററാണ് അഴിക്കുന്നത്. കാരണം മിറർ അഴിച്ച് മിററിലോട്ടാണ് ആദ്യം ഈ ഒരു ക്യാമറ ഫിറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. എന്നിട്ട് അതിൻ്റെ ലൈൻ എടുക്കുന്നത് എങ്ങനെയാണെന്ന് കൂടെ ഞാൻ കൃത്യമായിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഈ ഒരു ഡോർ പാഡ് നമുക്ക് ആദ്യം അഴിച്ചെടുക്കാം. ഇവിടെ ഒരു സ്ക്രൂ ഉണ്ട്, ഇതിനകത്തും ഒരു സ്ക്രൂ ഉണ്ട്. ഇതുപോലെ തന്നെ ഞാൻ അപ്പുറത്തെ സൈഡിലെ ഡോർ പാഡ് ഒന്ന് പെട്ടെന്ന് അഴിച്ചെടുക്കുകയാണ്. കാരണം ഈ 2 സൈഡിലെ ഡോർ പാഡ് മാത്രം നമുക്ക് അഴിച്ചാൽ മതി. 2 സൈഡിലെ മിറർ സൂര്യ എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഈ സൈഡിലോ അല്ലെങ്കിൽ ക്ലിപ്പുകളുണ്ടോ അല്ലെങ്കിൽ പ്രസ് ബട്ടൺസ് ഉണ്ടോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കൺഫേം ആക്കിക്കോളുക. ഓക്കെ, അപ്പോൾ അത് നമ്മൾ അഴിച്ചു. ഇനി നമ്മളിതിൻ്റെ കപ്ലേഴ്സ് എല്ലാം, ഇതിൻ്റെ കണക്റ്റേഴ്സ് എല്ലാം നമ്മളൊന്ന് ഡിസ്കണക്ട് ചെയ്യുകയാണ്. നമ്മളത് ആ ഡോർ പാഡ് അഴിച്ചെടുത്തിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഈ ഒരു കണക്ടർ ഡിസ്കണക്ട് ചെയ്തേച്ചും ഈ ഒരു മിറർ അപ്പുറത്തെ സൈഡിൽ കൂടെ നമുക്ക് ഊരിയെടുക്കാൻ സാധിക്കും എളുപ്പത്തിൽ. ഈ കപ്ലർ ആദ്യം നമ്മൾ ഡിസ്കണക്ട് ചെയ്യുകയാണ്. ഇവിടെ ഒരു പ്രസ് ചെയ്യാൻ പറ്റുന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് പ്രസ് ചെയ്തുകൊണ്ട് ഇത് പുറോട്ട് വലിച്ചാൽ ഇത് നമുക്ക് ഊരിയെടുക്കാം. എന്നിട്ട് 10/8 നമ്മളത് അഴിച്ചെടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഒന്ന് ലൂസ് ചെയ്തിട്ടുണ്ട്. പുറകിലൊരു ചെറിയ കൈ ഒന്ന് പിടിച്ചോണം, അല്ലെങ്കിൽ അവനെങ്ങാനും ഒരു താഴെ പോയാൽ പ്രശ്നമാണ്. ഓക്കെ, അപ്പോൾ ഈ മിറർ നമ്മളിപ്പോൾ ഇങ്ങനെ ഊരി എടുത്തിരിക്കുകയാണ്. ഈ മിററിൻ്റെ ഏകദേശം ഈ ഒരു പോർഷനിലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ആയിട്ട് നമ്മൾ ആ ഹോൾ ഇട്ടിട്ട് ഇതിനകത്ത് കൂടുക, അതായത് ഈ പോകുന്ന രീതിക്ക് തന്നെയാണ് വയർ അകത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിന് നമുക്ക് ഈ ബാക്കിലത്തെ കവറും കാര്യങ്ങളൊക്കെ അഴിക്കണം. അതെല്ലാം ഞാനിപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ടൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഈ മിറർ നമുക്ക് ഈ ഒരു കവർ അഴിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഈ കൊടുത്തിരിക്കുന്ന ഒരു ബ്ലൈൻഡ് സ്പോട്ട് മിറർ കുറച്ച് പഴയതായി, ഇത് നമുക്ക് ആദ്യം ഒന്ന് അഴിക്കാം. ഓക്കെ, രണ്ടും ഒരുപോലെ തന്നെ ഞാൻ ചെയ്തു പോവുകയാണ്. അപ്പോൾ അത് രണ്ടും നമ്മൾ അഴിച്ച് മാറ്റിയിട്ടുണ്ട്. ഇനി ഈ ഒരു കവർ നമുക്ക് അഴിക്കണം. ഈ ഒരു കവർ അഴിക്കാൻ കുറച്ചൊരു ടാസ്ക്കാണ്, കാരണം എന്താ പറഞ്ഞാൽ ലോക്കിലാണ് വീണ് കിടക്കുന്നത്. ആ ലോക്ക് നമുക്ക് ഊരി എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതിന് മുമ്പ് ഈ മിറേഴ്സ് എല്ലാം ഞാനൊന്ന് പുറത്തോട്ട് ഊരി എടുക്കുകയാണ്. മിറർ ഞാനൊന്ന് ഊരിയെടുത്തു, ഇത് ഞാൻ ഊരിയെടുത്തിട്ടുണ്ട്. ശരിക്കും ഞാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ ഇവിടെ ഹോൾ ഇടാനാണ്. അപ്പോൾ ഇവിടെ ഹോൾ ഇടുമ്പോൾ വേറെ കമ്പോണൻസിനൊന്നും വേറെ പ്രശ്നങ്ങൾ വരുന്നില്ലല്ലോ എന്ന് ഞാൻ ഒന്ന് കൺഫേം ആക്കുകയാണ്. ഈ ഒരു പോർഷനിൽ ഹോൾ ഇട്ടാൽ വേറെ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. ഇനി ഈ ഒരു ക്ലിപ്പ് അഴിക്കുന്നതിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു കവർ അഴിക്കാൻ വേണ്ടിയുള്ളതിൻ്റെ എല്ലാം വൈറ്റ് ലോക്സ് ഇതിനകത്ത് വരുന്നുണ്ട്. അതായത് ഈ ലോക്ക് വരുന്ന പോർഷൻ നോക്കി പതുക്കെ ഒന്ന് പുഷ് ചെയ്ത് അപ്പുറത്തോട്ട് വിട്ട് കഴിഞ്ഞാൽ എളുപ്പമുണ്ട്, നമുക്ക് വെറുതെ കുത്തി പൊളിക്കേണ്ടി വരുന്നില്ല. അപ്പോൾ അതും ഞാൻ കൃത്യമായിട്ട് തന്നെ ഒന്ന് ചെയ്യട്ടെ. അപ്പോൾ നമുക്ക് ഈ ഒരു കവർ അഴിക്കാൻ വേണ്ടി ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള മെത്തേഡ്, അല്ലെങ്കിൽ നമ്മൾ ഒരു കാരണവശാലും സ്ക്രൂ ഡ്രൈവറോ അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് സ്ക്രൂ ഡ്രൈവറോ എന്നിട്ട് തിക്കാൻ പാടില്ല. ഏറ്റവും നല്ല ഇതുപോലത്തെ പ്ലാസ്റ്റിക് ടൂൾ നമുക്ക് മേടിക്കാൻ കിട്ടും. ഈ ടൈപ്പ് പ്ലാസ്റ്റിക് ടൂൾ, ഇതിനൊന്നും വലിയ വിലയൊന്നും വരുന്നില്ല, ചെറിയ എമൗണ്ട്സേ വരുന്നില്ല. എനിക്ക് തോന്നുന്നൊരു 300 രൂപ 400 രൂപ റേഞ്ചിനകത്തേ ഇതിന് വരുന്നുള്ളൂ. ഒരു 6-7 പ്ലാസ്റ്റിക് ടൂൾസ് വരുന്നുണ്ട്. ഈ ഒരു ഫ്ലാറ്റ് സർഫസ്, ഇത് ഈ പ്ലാസ്റ്റിക് ആയതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും സ്ക്രാച്ചസ് വീഴത്തില്ല. ഈ ഒരു എഡ്ജ് പോർഷൻ നോക്കിയിട്ട് നമ്മൾ പതുക്കെ അകത്തോട്ട് ഇൻസേർട്ട് ചെയ്യണം. ഇറങ്ങുന്നില്ലെങ്കിൽ അടുത്തത് നോക്കാം. ഇത് കുറച്ചുകൂടെ ഒന്ന് കൂർത്തതാണ്. ഓക്കെ, അപ്പോൾ ഇത് സെറ്റ്. അപ്പോൾ ഇങ്ങനെ പതുക്കെ നമ്മളിതൊരു ഗ്യാപ്പ് ഉണ്ടാക്കണം. കണ്ടോ, ഇതിങ്ങനെ പതുക്കെ ഗ്യാപ്പ് ഉണ്ടാക്കി നമുക്കിതിനെ ഓപ്പൺ ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഏകദേശം ഇത്ര ഒരു ഗ്യാപ്പ് കിട്ടിയിട്ടുണ്ട്. ഇനി വേറെ ഏതെങ്കിലുമൊക്കെ ലോക്ക് പിടിച്ചിരിക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കി വെച്ചും അതൊക്കെ തട്ടിയെടുക്കാം. യെസ്, ഓക്കെ, അപ്പോൾ ആ കവർ നമ്മൾ അഴിച്ചെടുത്തിട്ടുണ്ട്. സെറ്റ്. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ,
അപ്പോൾ ഇതിൽ ശരിക്കും ഞാൻ പറഞ്ഞതുപോലെ ഈ ഒരു പോർഷനിലാണ് ഞാൻ ഹോൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആ പോർഷനിൽ വേറെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല ഒന്നുകൂടെ കൺഫേം ആക്കുകയാണ്. വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല. കുറച്ചുകൂടി ഈ സൈഡിലോട്ട് വരികയാണെങ്കിൽ ഇച്ചിരി കംഫർട്ടബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഈ ഭാഗത്തോട്ട് ഞാൻ നോക്കി കറക്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യുകയാണ്. അപ്പോൾ ഇതാണ് നമുക്ക് ഫിറ്റ് ചെയ്യേണ്ട ക്യാമറ. ഞാൻ നേരത്തെ ഒന്ന് കാണിച്ചായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഏകദേശം ഈ ഒരു പോർഷനിൽ ഒരു E4 എന്ന് കണ്ട് ഈ ഒരു പോർഷനിലോട്ട് ഞാൻ ഇൻസേർട്ട് ചെയ്താലോ എന്നാണ് പ്ലാൻ ചെയ്തത്. കാരണം E4 ആകുമ്പോഴത്തേക്ക് ഏകദേശം ആ ഒരു സൈഡ് നമുക്ക് കുറച്ചുകൂടെ ഒന്ന് കിട്ടും എന്നുള്ളതാണ് എൻ്റെ പ്ലാൻ. പിന്നെ ഇവിടെ E4 ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പുറത്ത് അതിലും E4 എന്നുള്ള ഈ ഒരു പോർഷനിൽ, അതായത് E4 ഞാൻ ഉദ്ദേശിച്ച് ഇവിടെ എഴുതിയിരിക്കുന്ന എഴുത്ത് മാത്രമാണ്. അപ്പോൾ ഈ ഒരു പോർഷനിൽ ഹോൾ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആകും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഏതായാലും ഞാനിവിടെ ഒന്ന് ഹോൾ ഇട്ട് നോക്കാം, ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഹോൾ ചെയ്യാൻ വേണ്ടിയിട്ടും കൂടെ നമുക്ക് അതിൻ്റെ കൂടുതൽ തന്നെ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഡ്രില്ലിലോട്ടൊന്ന് സെറ്റ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഞാനത് റൈറ്റ് ചെയ്തിട്ടുണ്ട്. ഒന്ന് അതൊക്കെ കാച്ച് നോക്കാം. ഒരു ലെയർ ചെന്നു, ഇനി അടുത്തൊരു ലെയറും കൂടെ ഉണ്ട്. ഓക്കെ, ഇത് നമുക്ക് കാണാൻ സാധിക്കും ഹോള് സെറ്റായിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പം അടുത്തതിന് നമുക്ക് ഇതുപോലെ ഹോൾ ഇടുന്നതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് ഇതൊന്ന് വെച്ച് നോക്കാം സെറ്റാണോ അല്ലേ എന്നും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയേച്ചും അടുത്ത ഹോൾ ഇടാം. നമ്മൾ ഈ ക്യാമറ നമ്മൾ ഇൻസേർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇത് ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് ഇത് ചുമ്മാ കയറി പോകത്തില്ല. കാരണം ഈ റബ്ബറാണ് ശരിക്കും ഇതിൻ്റെ ലോക്ക് എന്ന് പറയുന്നത്. ഈ ഒരു പോർഷനാണ് ഇതിൻ്റെ ലോക്ക്. കണ്ടോ, ഈ ഒരു ലോക്ക് കൃത്യമായിട്ട് കയറണമെങ്കിൽ ആദ്യം ഈ റബ്ബർ മാത്രം ഇതിൽ നിന്ന് ഊരിയെടുക്കുക. ഓക്കെ, റബ്ബർ ഞാൻ ഊരി ഈ വയർ ഞാൻ കയറ്റി ഇട്ടുന്നേ ഉള്ളൂ. എന്നിട്ട് ഈ റബ്ബർ ഞാനിവിടെ ഇൻസേർട്ട് ചെയ്യുകയാണ് ആദ്യം. ഓക്കെ, ഞാനിത് കൃത്യമായിട്ട് ഇവിടെ ഇൻസേർട്ട് ചെയ്യുന്നു. അപ്പോൾ അത് ആ ലോക്ക് കൃത്യമായിട്ട് വീണാലേ നമ്മുടെ കാര്യം നടക്കത്തുള്ളൂ. ഓക്കെ, പെർഫെക്റ്റ് ഓക്കെ ആയിരിക്കണം. ഓക്കെ, വെള്ളം കയറാതിരിക്കാനും ഒക്കെ ഉള്ള ഒരു രീതിയാണ്. ഇപ്പോൾ അത് അവിടെ കയറി സീറ്റായിട്ടുണ്ട്. ഓക്കെ, ഇനി ഈ ക്യാമറ നമുക്ക് പതുക്കെ ഇൻസേർട്ട് ചെയ്യുക. യെസ്, അപ്പം നമ്മളത് ഫിറ്റ് ചെയ്തിരിക്കുകയാണ്. അതെ, ഇപ്പോൾ അതിൻ്റെ താഴെ നിങ്ങൾക്ക് ആ ക്യാമറ വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ അതിൻ്റെ അകം വരുന്നത് എങ്ങനെയാണെന്നും കണ്ടു, പുറത്തെ സൈഡും കണ്ടു. ഓക്കെ, അപ്പോൾ നമുക്കിനി മറ്റേ ക്യാമറയും കൂടെ ജസ്റ്റ് ഇതുപോലെ തന്നെ സെറ്റ് ചെയ്തെടുക്കാം. നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വയറിനെ നമുക്ക് ഈ ഒരു സൈഡിലോട്ട് കൊണ്ടുവരണം. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ വയേഴ്സ് പോകുന്നത്. ഇതിനകത്തൂടെ കയറിയാണ് ഈ ഒരു സൈഡിലോട്ട് പോകുന്നത്. അതായത് ഈ ഒരു വഴി വന്ന് ഈ ഒരു പോർഷനകത്തോടെ ഈ പില്ലറിനകത്തൂടെ കയറിയിട്ടാണ് ഈ സൈഡിലോട്ട് വരുന്നത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം ഈ താഴത്തെ 3 സ്ക്രൂസും അഴിക്കാം. ഓക്കെ, ഒരു ഫ്ലവർ കീ ആണ് വരുന്നത്. നമുക്കൊന്ന് അഴിച്ചേക്കാം ആദ്യം. ഓക്കെ, അപ്പോൾ ആ 3 നമ്മൾ അഴിച്ചെടുത്തു. ഇത് അഴിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ഇതിവിടെ ഇങ്ങനെ ആ വയറ് കയറി പോകുന്നത് കാണാം ഈ ഗ്യാപ്പിനകത്തൂടെ. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്തുകൂടെ, അതായത് ഈ പോർഷൻ വഴി ഇതിലെ ഇങ്ങനെ ഈ വയറെടുത്തു, ഇതിങ്ങനെ എടുത്തു, ഇതിനകത്തൂടെ ഇൻസേർട്ട് ചെയ്യുകയാണ്. ഓക്കെ, ഇതിനകത്തൂടെ ഇൻസേർട്ട് ചെയ്ത് അതിവിടെ താഴോട്ട് എടുക്കുകയാണ്. ഓക്കെ, ഇത് ആ വയർ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഓക്കെ, സെറ്റല്ലേ. ഇനി ഈ വയറിനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇതിനെ പതുക്കെ ഒന്ന് പുറത്തോട്ട് പുഷ് ചെയ്യുക. അതായത് ഈ ലോക്കിൽ നിന്ന് ഞാനിത് ഊരിയെടുക്കുകയാണ്. ഈ ലോക്കിൽ നിന്ന് ഊരിയെടുത്ത് ഈ വയറൊന്ന് ഫ്രീ ആക്കി ഇതിനെ ഒന്ന് ബാക്കിലോട്ട് വലിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇത് ഫ്രീ ആയിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിലെ ഞാൻ അകത്തോട്ട് ഇതിനെ ഇൻസേർട്ട് ചെയ്ത് വിടുകയാണ്. അതിവിടെ വന്നിട്ടുണ്ട്. അതിൽ ഞാൻ ഈ പോർഷനിലോട്ട് തന്നെ കയറ്റിക്കൊണ്ട്. ഓക്കെ, അപ്പോൾ ആ വയർ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും കാണാം. ഇനി ഇത് ഞാൻ തിരിച്ചിങ്ങോട്ട് പഴയതുപോലെ ഒന്ന് വലിക്കുകയാണ്. ഓക്കെ, അതപ്പോൾ ഒരുവിധം അകത്തോട്ട് കയറിയിട്ടുണ്ട്. ആ വയറിവിടെ എത്തി. ഞാനിവിടെ ഒന്ന് ലോക്ക് ചെയ്യുകയാണ്. യെസ്, അത് ലോക്ക് ചെയ്തു. ഈ ഒരു സെറ്റ് ഞാനിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, ഇത് നമ്മുടെ ക്യാമറയുടെ ലൈനാണ്. ഇത് നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സും പിന്നെ നമ്മുടെ ഇതിൻ്റെ വരുന്ന മോട്ടർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ലൈനും. ഇനി ഞാൻ തിരിച്ച് പഴയതുപോലെ ഇതൊന്ന് ടൈറ്റ് ചെയ്യുകയാണ്. മിററും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം പിന്നെ അടുത്ത സ്റ്റേജ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഈ ബമ്പർ നമുക്ക് അഴിക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. കാരണം ബമ്പറിൽ നമുക്ക് ഫ്രണ്ട് ക്യാമറ ഫിറ്റ് ചെയ്യേണ്ട ഈ ബമ്പറിൽ തന്നെയാണ്. ഒരു കാരണവശാലും ബമ്പറിൽ വെച്ചുകൊണ്ട് തന്നെ അത് ഫിറ്റ് ചെയ്യാൻ വേണ്ടി നോക്കരുത്. കാരണം നമ്മളത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബമ്പർ അഴിച്ച് വെച്ചുകൊണ്ട് വേണം ചെയ്യാൻ. കാരണം ബമ്പർ അഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പറായിട്ടുള്ള വയറിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്യാൻ സാധിക്കും. ഞാൻ കൃത്യമായിട്ട് അത് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. നമ്മുടെ ബമ്പറും കാര്യങ്ങളൊക്കെ നമ്മൾ അഴിച്ചെടുത്തിട്ടുണ്ട്. സ്റ്റീരിയോയുടെ അവിടെ നിന്ന് പുറത്തോട്ട് ഒരു ലൈൻ കൊണ്ടുവരണം. അത് ഞാൻ ഈ ഒരു പോർഷനിൽ കൂടെ തന്നെ, അതായത്
കൃത്യമായിട്ടുള്ള രീതിക്ക് വയർ വരേണ്ട ഈ ഒരു പോർഷനിൽ കൂടെ തന്നെ എടുത്ത് ഇതിലേക്ക് കൊണ്ടുവന്ന് നമ്മുടെ ഈ താഴെ കൂടെ കൊണ്ടുവന്നിട്ട് ഈ ഒരു പോർഷനിലായിട്ടാണ് കാണുന്ന വയറാണ് നമുക്ക് ഫ്രണ്ടിലോട്ട് കൊടുക്കാനുള്ള, ക്യാമറയുടെ പോർഷനിലോട്ട് കൊടുക്കാനുള്ള വയറും സ്റ്റീരിയോയുടെ ബാക്കിൽ കൊടുക്കാനുള്ള ലൈനുമാണ്. സ്റ്റീരിയോയിലോട്ട് കൊടുക്കേണ്ട ലൈൻ ഇവിടെ നിന്ന് അകത്തോട്ടാണ് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. കാരണം അവിടെ നിന്ന് ഇങ്ങോട്ട് കൊടുക്കുന്നതിന് കഴിഞ്ഞ് എളുപ്പം ഇതായിരിക്കും. കാരണം ഇതാണ് ചെറിയ ലൈൻ, ഇത് കുറച്ചുകൂടെ കട്ടി കൂടിയതാണ്. അപ്പോൾ വണ്ണം കൂടിയതാകുമ്പോഴത്തേക്ക് നമുക്ക് ഹോളിൻ്റെ വലിപ്പം കൂട്ടേണ്ടി വരും. അപ്പോൾ ചെറിയൊരു ഹോൾ മാത്രം ഞാൻ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നുള്ളൂ, റബ്ബറിൻ്റെ അവിടെ ചെറിയൊരു ഹോൾ മാത്രം ക്രിയേറ്റ് ചെയ്യുന്നുള്ളൂ. അതിലൂടെ ഈ ഒരു വയർ അകത്തോട്ട് ഇറക്കുകയാണ്. ഞാൻ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നും, അതായത് അകത്ത് നിന്ന് ഒരു കമ്പി ഞാൻ ഇങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. ഓക്കെ, നമുക്കിപ്പോൾ കാണാൻ സാധിക്കും ഞാൻ ഈ പുള്ളി ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിലെയാണ് ഞാൻ ഈ ഒരു ലൈൻ അകത്തോട്ട് കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ഇതൊന്ന് വലിച്ച് വെച്ചോണ്ട് ഇതിലെ അങ്ങോട്ട് ഇടുകയാണേ. ഓക്കെ, ആ വയറിപ്പം ഞാൻ ഇതിലെ അകത്തോട്ട് കയറ്റി വിട്ടിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് പോയി നോക്കാം. നമുക്കിതേ കാണാൻ സാധിക്കും, ആ ലൈനാണ് ഈ കയറി വരുന്നത്, കണ്ടോ? ഓക്കെ, നമുക്കതുപോലെ തന്നെ നമ്മുടെ സ്റ്റീരിയോയിലോട്ട് കണക്ട് ചെയ്യാം. ഫ്രണ്ടിലത്തെയും റൈറ്റ് ലെഫ്റ്റ് മിറേഴ്സിൽ നിന്ന് വരുന്നത്. പിന്നെ ബാക്കിലത്തെ ലൈനും കൂടി ഞാൻ പെട്ടെന്ന് കാണിച്ചു തരാം. പെട്ടെന്ന് തന്നെയാണ് എടുത്തത്. ബാക്കി ടാഗ് ചെയ്തിട്ടൊന്നുമില്ല. ടാഗ് ഒക്കെ നമുക്ക് ലാസ്റ്റാണ് നമ്മൾ ചെയ്യുന്നത്. ഇതാണ് നമ്മളിപ്പോൾ എടുത്തിട്ട വയർ. മിറർ എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് പിടിപ്പിക്കുക. അതായത് രണ്ട് സൈഡിലെ മിറർ പിടിപ്പിച്ച് ഇതിൻ്റെ വയറിങ് കൂടെ ഇതിലേക്ക് കൊണ്ടുവന്ന് പ്രോപ്പറായിട്ട് ഈ ഒരു ചാനൽ വഴി തന്നെ നമ്മൾ അകത്തോട്ട് കൊണ്ടുവരാൻ വേണ്ടി പോവുകയാണ്. കുറച്ച് സമയം എടുക്കുന്നൊരു കാര്യമാണ്, എന്നാലും ഞാൻ ജസ്റ്റ് എല്ലാവർക്കും ഒന്ന് കാണിച്ചു തരാം. ക്യാബിനകത്തുനിന്ന് പുറത്തോട്ട് വരാനുള്ള ലൈൻ, അല്ലെങ്കിൽ ഇതിൻ്റെ ലൈൻ നേരെ ക്യാബിനകത്തോട്ട് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ലൈനാണ്. ഇതിൽ ഓരോന്നിൽ എഴുതിയിട്ടുണ്ട് റൈറ്റ് ലെഫ്റ്റ് കാര്യങ്ങളൊക്കെ. ഇത് റൈറ്റ് സൈഡാണ്, അതായത് ഇതാണ് റൈറ്റ് സൈഡ്. ലെഫ്റ്റ് സൈഡിലെ വേറെയുണ്ട്, ഫ്രണ്ടിലത്തെ വേറെയുണ്ട്, ബാക്കിലത്തെ വേറെയുണ്ട്. അങ്ങനെ എല്ലാത്തിനും ഇൻഡിവിജ്വലായിട്ട് ഓരോന്നും നമുക്ക് വരുന്നുണ്ട്. ഇതാണ് ക്യാമറയിലോട്ട് പോകുന്നത്. നമുക്ക് റൈറ്റ് സൈഡിലെ ഇൻഡിക്കേറ്റർ ഇടുന്ന സമയത്ത് നമുക്കിവിടെ കൃത്യമായിട്ട്, അതായത് ഇൻഡിക്കേറ്റർ ഓൺ ആക്കി കഴിയുമ്പോഴത്തേക്കും ആ സൈഡ് വിസിബിലിറ്റി കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ അത് ഓൺ ആവാൻ വേണ്ടി യൂസ് ചെയ്യുന്നൊരു വയറാണ്. പക്ഷേ ഇതിന് വേറൊരു കുഴപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റൈറ്റ് സൈഡിലെ ഇൻഡിക്കേറ്റർ വരുന്ന ടൈപ്പ് മിററാണ് നമുക്കുണ്ടെങ്കിൽ ഇതിൻ്റെ കണക്ഷൻ കൊടുക്കാൻ എളുപ്പമാണ്. അല്ലാത്ത പക്ഷം ഈ ഒരു ലൈൻ അകത്തോട്ട് കൊടുത്ത് ഇൻഡിക്കേറ്ററിൻ്റെ എവിടെയെങ്കിലും നമ്മൾ ലൈൻ എടുത്ത് കൊടുക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പമായിരിക്കും. ഈ ഒരു കവർ പുറത്തോട്ട് ഇപ്പോൾ അഴിച്ചെടുത്തു. അതിനുശേഷം ഞാൻ ഇതിലെ വയർ കയറ്റി, അതായത് ഈ ഒരു പോർഷൻ വഴി വയർ കയറ്റിങ് എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ മിറർ നമ്മളിപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കൊണ്ടുവച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ആ ലൈൻ ഞാൻ ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ക്യാമറയുടെ ലൈൻ. ഇത് നമ്മൾ നോർമൽ ഇതിലോട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മോട്ടേഴ്സിൻ്റെ ലൈനാണ് വരുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്കൊന്ന് ടൈറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരെണ്ണേ വന്നിട്ടുള്ളൂ, ബാക്കിയുള്ളതും സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഏതായാലും ഈ നട്ടൊന്നിട്ട് കൊടുക്കാം. കേട്ടോ, അകത്തുകൂടെ പോകുന്നൊരു വയറുണ്ട്. ആ വയറിനകത്തോട്ട് ടാഗ് ചെയ്ത് ഈ പോകുന്ന ലൈനിൽ കൂടെ, അതായത് ഇതിലെ നേരെ മേളിൽ ടാഗ് ചെയ്ത് വേണം കൊണ്ടുവരാൻ. ഒരു കാരണവശാലും നമുക്ക് ഇതിനകത്ത് വേറെ രീതിക്ക് ലൂസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായി നാളെ ഒരു ബുദ്ധിമുട്ടുണ്ടാകാനുള്ള ചാൻസസ് വരില്ല. അപ്പം അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി പ്രോപ്പറായിട്ട് തന്നെ നമ്മളത് ടാഗ് ചെയ്ത് വൃത്തിയായിട്ട് കൊണ്ടുപോകുകയാണെങ്കിൽ നാളെ ഒരു സമയത്തിൻ്റെ ഒരു ബുദ്ധിമുട്ട് വരുന്നതായിരിക്കും. പ്രോപ്പറായിട്ട് ടാഗ് ചെയ്ത്, അല്ലെങ്കിൽ ഇതിൽ ഇവിടെ ഒന്ന് ടാഗ് ചെയ്ത്, ഇവിടെയും ടാഗ് ചെയ്ത്, ഇവിടെയും ടാഗ് ചെയ്തു. ഇവിടെ ബാലൻസ് ഉള്ള കുറച്ച് മിച്ചമുള്ളത് ഞാൻ ലെങ്ത് ഇവിടെ ഇട്ടിട്ടുണ്ട്. അത് വേറെ ഒന്നും കൊണ്ടല്ല. നാളെ ഒരു സമയത്ത് എന്തെങ്കിലും അങ്ങോട്ടോ ഇങ്ങോട്ടോ വല്ല നമ്മൾ അഴിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ട് വരാതിരിക്കാൻ വേണ്ടിയാണ് ഇവിടെ കുറച്ച് ലൈൻ കൂടുതലിട്ടത്. ഈ രണ്ട് ആരോ കോയിൻസൈഡ് ചെയ്യുന്നത് പോലെ നമുക്കിത് കണക്ട് ചെയ്യാം. നന്നായിട്ട് പ്രസ് ചെയ്തോണം. ഇത് കഴിഞ്ഞാൽ പിന്നെ വേറെ ബുദ്ധിമുട്ടൊന്നും വരുന്നില്ല. ഇവിടെയും കൂടെ ഒരു ചെറിയൊരു ടാഗും കൂടെ ഞാൻ ചെയ്തങ്ങ് വിട്ടേക്കുകയാണ്. കാരണം ജസ്റ്റ് ഒന്ന് ടാഗ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഷെയ്ക്കോ കാര്യങ്ങളൊന്നും കൊണ്ട് നാളെ ഇത് ലൂസ് ആകാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഏതായാലും ഞാൻ ഇവിടെയും കൂടെ ഒരു ടാഗ് കൊടുക്കട്ടെ. പേഴ്സിലെ വരുന്ന ക്യാമറ ഞാനിതിപ്പോൾ ഒന്ന് ജസ്റ്റ് ഇവിടെ ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വേറെ സംഭവമൊന്നുമില്ല. ജസ്റ്റ് ഇവിടെ 2 സ്ക്രൂ ചെയ്തു. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ കിട്ടിയിരിക്കുന്ന SS സ്ക്രൂ ആണ്. അതുകൊണ്ട് പിന്നെ തുരുമ്പെടുക്കുമെന്നുള്ള കാര്യത്തിലൊന്നും പേടി വേണ്ട. ഇപ്പോൾ ഒരുപാട് പേർക്ക് ഈ ഒരു സംശയം തോന്നുമായിരിക്കും, എന്തുകൊണ്ട് ഞാൻ സെൻറ്ററിൽ കൊടുത്തില്ല. കാരണം കാണാൻ ഭംഗി സെൻറ്ററിൽ വരുമ്പോഴാണ്. ഇതിനകത്തൊരു വൈഡ് ആംഗിൾ ഒരു ക്യാമറ വരുന്നുണ്ട്. ആ ക്യാമറ കണ്ടിട്ടില്ലാത്ത ആൾക്കാർക്ക് അതിൻ്റെ വീഡിയോ കൂടി ഞാൻ ഈ ഒരു ഏറ്റവും ലാസ്റ്റ് ഞാൻ ഇട്ടേക്കാം, ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കിയാൽ മതി. അപ്പോൾ ഈ കാണുന്ന സംഗതി ഇപ്പം എന്തുകൊണ്ട് ഈ സൈഡിൽ കൊടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിൻ്റെ ഹാൻഡിൽ വരുന്ന സെൻറ്റർ പോർഷനിലാണ് വരുന്നത്. കണ്ടോ, ഈ ഒരു ഹാൻഡിൽ വരുന്നത്. അപ്പോൾ സെൻറ്റർ പോർഷനിൽ വരുന്ന സമയത്ത് ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു സൈഡിലോട്ട് മാറ്റി വെച്ചത്. അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ഓപ്പൺ ആൻഡ് ക്ലോസ് ചെയ്യുമ്പോൾ സമയത്ത് ഈ വയറിന് പ്രശ്നം വരാം. ഞാൻ ഈ വയർ കൊടുത്തിട്ടില്ല. ഞാൻ ഈ ഒരു സൈഡ് വഴി അകത്തോട്ട് എടുക്കാമെന്നാണ് പ്ലാൻ ചെയ്യുന്നത്. ഇതിൻ്റെ അടിഭാഗത്ത് അതിൻ്റെ താഴത്തെ പോർഷൻ നമ്മൾ ഓപ്പൺ ചെയ്തിട്ടിരിക്കുകയാണ്. ഇതിലേ നേരെ വയർ ഇങ്ങനെ വന്ന് ഈ ഒരു പോർഷൻ വഴി അകത്തോട്ട് ഇറങ്ങി ഇവിടെ നിന്നാണ് നമ്മുടെ കണക്ഷൻ ഇപ്പോൾ എടുക്കാൻ വേണ്ടി പോകുന്നത്. അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഞാനൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യട്ടെ. വേറെ സംഭവമൊന്നുമില്ല. ഞാൻ മേളിൽ കൂടെ തന്നെയാണ് കൊണ്ടുവരുന്നത്. നേരത്തെ ഒരു വീഡിയോ കാണിച്ചിട്ടുള്ള പോലെ ഒരു ക്യാമറയുടെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ കാണിച്ചിരിക്കുന്ന പോലെ മേളത്തെ പോർഷനെ കൂടി ഇങ്ങനെ കൊണ്ടുവന്ന് ഇതിലേ നേരെ മേളിലോട്ടാണ് കയറ്റാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം പണി ഒരുപാട് എളുപ്പമുണ്ട്, ബുദ്ധിമുട്ടൊന്നുമില്ല. നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഞാൻ ഏതായാലും ബാക്കിയുള്ളതും കൊണ്ടുവന്ന് പെട്ടെന്ന് ചെയ്യട്ടെ. ഈ ഒരു ലൈൻ ഞാൻ ഈ താഴെക്കൂടെ, അതായത് ഇതിൻ്റെ താഴെക്കൂടെ കയറ്റി ഇതിലെ ഇങ്ങനെ കൊണ്ടുവരികയാണ്. ഇങ്ങനെ കൊണ്ടുവന്ന് ഈ മേളത്തെ റോ ഫുള്ള് പോയി അങ്ങ് ബാക്കിലോട്ട് വരുമ്പോൾ നമ്മുടെ ബാക്കിലത്തെ ലൈൻ സെറ്റ് ആവും. നമുക്ക് പെട്ടെന്ന് ഏതെല്ലാം ഒന്ന് ചെയ്യാം. നമ്പർ നമ്മളിപ്പോൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. തിരിച്ച് അതുപോലെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതേ ക്യാമറ നമുക്കിവിടെ കാണാൻ സാധിക്കും. നല്ല കിടുക്കനായിട്ട് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വേറെ ഒന്നുമില്ല, ഇവിടെ താഴെ തന്നെ ഒന്ന് സ്ക്രൂ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ആദ്യം ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കി ആ സെയിം പൊസിഷനിലൊന്ന് സ്ക്രൂ ചെയ്തു. ബാക്കി അതിൻ്റെ വയറെടുത്തെല്ലാം ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ എല്ലാം നമ്മുടെ ഏകദേശം സെറ്റാണ്. നമ്മുടെ ഈ സൈഡിലെ റൈറ്റ് സൈഡിലെ മിററിൻ്റെ താഴെ വരുന്ന മിറർ സെറ്റാണ്, ക്യാമറ സെറ്റാണ്. ഇതും സെറ്റാണ്. ബാക്കിലത്തെ വരുന്ന
ഇനി ഫ്രണ്ട് ലെഫ്റ്റ് സൈഡിലെ ഗ്ലാസിൻ്റെയും സെറ്റാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ചെയ്യേണ്ട കാലിബ്രേഷനും കാര്യങ്ങളൊക്കെയാണ് ഇനി മെയിനായിട്ടുള്ളത്. ഓക്കെ, അങ്ങനെ നമ്മുടെ സ്റ്റീരിയോയുടെ എല്ലാം പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്. 360 ഡിഗ്രിയുടെ കാലിബ്രേഷനും കാര്യങ്ങളെല്ലാം കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഫൈനൽ ഔട്ടാണ് നമ്മളിപ്പോൾ കാണുന്നത്. 360 ഡിഗ്രിയുടെ കാലിബ്രേഷൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ബുദ്ധിമുട്ടെന്ന് പറയാനില്ല, നമുക്ക് ആ മാറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ചെയ്യാനുള്ളൊരു ചെറിയൊരു ബുദ്ധിമുട്ട് മാത്രമേ ഇതിനകത്ത് വരുന്നുള്ളൂ. ഇപ്പം നമുക്കെല്ലാം വളരെ കൃത്യമായിട്ട് കാണാൻ സാധിക്കും. ഒരു ടോപ്പ് വ്യൂവിൽ നിന്ന് നമുക്ക് കാണുന്ന പോലെ തന്നെ കാണാൻ സാധിക്കും. അതിൽ ഏത് വ്യൂസ് വേണമെങ്കിലും നമുക്ക് ലെഫ്റ്റ് സൈഡിലെ റൈറ്റ് സൈഡിലെ എല്ലാ വ്യൂവും നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ റൈറ്റ് ലെഫ്റ്റ് ഓരോ സൈഡ് വരെ നമുക്ക് വളരെ വ്യക്തമായിട്ട് ഒരു 360 ഡിഗ്രി ക്യാമറ ഉണ്ടെങ്കിൽ വളരെ വൃത്തിയായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സെറ്റ് ഓൾറൗണ്ട് എനിക്ക് നോക്കിയെടുത്തോളം വലിയ കുഴപ്പമോ കാര്യങ്ങളൊന്നും നല്ല പക്കാ സെറ്റ് തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ഒരു ഇൻ്റർഫേസിന് മാത്രം ചെറിയ വ്യത്യാസം നമ്മുടെ നോർമൽ മോക്കോയെ അപേക്ഷിച്ച് കുറച്ചൊരു വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ബാക്കി അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ എല്ലാം അടിപൊളി തന്നെയാണ്.